ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. അവരെന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോട് ചെയ്യും, അവരെന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവരോട് പ്രവർത്തിക്കും. അത് ലോകത്തിൻ്റെ സിസ്റ്റമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യാനല്ല. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് ആരെങ്കിലും തിന്മ ചെയ്താൽ പോലും നമ്മൾ അവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കും. അപ്പം ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ നമ്മൾ അവർക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ ബലഹീനരാണെന്ന് തോന്നിപ്പോകുമോ? അത് സാരമില്ല, അത് നമ്മുടെ സൗമ്യതയാണ്, അത് നമ്മുടെ ദൈവിക വിസ്ഡമാണ്. നമുക്ക് തിന്മ ചെയ്തവർക്കും നമ്മൾ നന്മ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഒരു പക്ഷേ മനുഷ്യൻ ചിന്തിക്കാം, നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാകാം, നമ്മൾ പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ബലഹീനരായതുകൊണ്ടാണ്, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ കാണേണ്ടത് ക്രൂശിൽ കടന്നുപോലും തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കുവാനാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തത് കൊണ്ടാപ്പാ എന്ന യേശു ആമേൻ ക്രൂശിൽ കടന്നുപോലും പറഞ്ഞത്. തന്നെക്കെതിരെ തിന്മ ചെയ്ത ആരോടും ആമേൻ യേശു മടക്കി തിന്മ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നമുക്കും ആ ഭാഗം, അതേ സിസ്റ്റം തന്നെ നമ്മളും ഫോളോ ചെയ്യണം. നമ്മുടെ ഓഫീസിലായാലും, നമ്മുടെ കുടുംബത്തിനകത്തായാലും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിലായാലും, നമുക്കിട്ട് ആരെങ്കിലും തിന്മ ചെയ്താൽ നമ്മൾ മറിച്ച് തിന്മ ചെയ്യാൻ പോകരുത്. നമ്മൾ അവരെ നന്മയാൽ തിന്മയെ തോൽപ്പിക്കുന്നവർ ആയിരിക്കണം. ദൈവമക്കൾക്ക് മാത്രമേ എപ്പോഴും സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ കൂടെ എപ്പോഴും കർത്താവുണ്ട്. ആമേൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അവർ സന്തോഷിക്കുക, അവർ പ്രാർത്ഥിക്കുന്നു, അവർ ദൈവത്തെ ആരാധിക്കുന്നു. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ആ സാന്നിധ്യം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും എന്ത് ചെയ്യും? സന്തോഷിക്കും. മൂന്നാമത്തെ കാര്യം, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ആമേൻ. കാരണം പ്രാർത്ഥനയ്ക്ക് മുടക്കം വരേണ്ട. ഏത് ആവശ്യം വന്നാലും ഇമ്മീഡിയറ്റ്ലി കർത്താവിനെ അറിയിക്കണം. ഫിലിപ്പിലെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാണ്. നമ്മുടെ ഈ ലോകയാത്രയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ എന്തൊക്കെ ഭാരങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ കർത്താവിലേക്ക് കൈമാറിയിട്ട് കർത്താവിന് സ്തോത്രം പറയണം. അതാണ് പറഞ്ഞത്, എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ എങ്ങനെയാണ് പറ്റുന്നത്? ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ വിഷയം, ഈ ഭാരം കർത്താവിൻ്റെ കയ്യിലോട്ട് കൈമാറിയിട്ടുണ്ട്. ഇതിന്മേൽ കർത്താവ് തക്ക സമയത്ത് അത്ഭുതം ചെയ്യും. ആമേൻ. ഇതെനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. എല്ലാത്തവർക്കും സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എങ്ങനെ സ്തോത്രം ചെയ്യാൻ പറ്റും? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? അത് ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമാണ് അവിടെ പ്രാർത്ഥിക്കാനും സന്തോഷിക്കുവാനും സ്തോത്രം പറയുവാനും ഒക്കെ ഇടവരുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവ പൈതലാണോ? നിങ്ങൾക്ക് ഒരു സാഹചര്യവും നിങ്ങളുടെ മുകളിലല്ല. നിങ്ങളാണ് സകല സാഹചര്യത്തിൻ്റെ മുകളിൽ. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ ദൈവം നിങ്ങളുടെ മേൽ പ്രത്യേക കൃപ തന്നിട്ടുണ്ട്.